ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സാർ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു തമിഴ് മൂവിയാണ്. 2024 തിയേറ്ററിൽ റിലീസ് ചെയ്ത് വൻ പരാജയം ഏറ്റുവാങ്ങിയ ഒരു തമിഴ് മൂവി തന്നെയാണ്. റോമിയോ എന്നാണ് നമ്മുടെ പേര്. ദിലീപിൻ്റെ റോമിയോ അല്ല, ഇത് നമ്മുടെ വിജയ് ആൻ്റണിയുടെ റോമിയോ ആണ്. വിനായക് വൈദ്യനാഥനാണ് ഇതിൻ്റെ ഡയറക്ഷൻ ആൻഡ് തിരക്കഥ. വിജയ് ആൻ്റണി പ്രൊഡക്ഷൻ നമുക്കറിയാം. വിജയ് ആൻ്റണി അഭിനയിക്കുന്ന ചിത്രം ഒട്ടുമിക്കതും അദ്ദേഹം തന്നെയും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടാവുക. കാരണം വേറെ ആൾ വെച്ച് സ്ഥിരപ്പെടാൻ ചെയ്യില്ല. പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അതിൽ യാതൊരു കാര്യം തർക്കമില്ല. അതല്ല അവിടുത്തെ വിഷയം. അപ്പോൾ നമ്മൾ റോമിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിലായി തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. മിറാലിനി രവിയാണ് ഇതിൻ്റെ എന്താ പറയുക നായക കഥാപാത്രമായി ചെയ്തിട്ടുള്ളത്, ഹീറോയിൻ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി നോക്കുമ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടാലും അറിയാം, ഒരു മദ്യപാനായിട്ടുള്ള ഒരു പെൺകുട്ടി അതുമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കഥാനായകൻ ലണ്ടനിലാണെന്ന് തോന്നുന്നു, അവിടെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു സാധാരണ അല്ലെങ്കിൽ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കാരണം അധികം സ്വപ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒതുങ്ങി കൂടി നടക്കുന്നൊരു വ്യക്തി. അപ്പോൾ അതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നു, കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാട്, അവിടുത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ച് നല്ലൊരു ഫീൽ കൂടെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലും കാര്യമില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ കഥാനായിക നാട്ടിലോട്ട് എത്തുന്നു. ആൾക്ക് എന്താ പറയുക, ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്ന ഒരു മോഡലിംഗ് ആവണം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെയാണ് ആളുടെ ആഗ്രഹം. എന്നുവെച്ചാൽ ഒരുപാട് പരിശ്രമം നടത്തുന്നു, എല്ലായിടത്തും ഇൻസിഡൻ്റ് ഏറ്റുവാകുന്നു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നായികയുടെ താത്താരെ മരിച്ചിട്ട് നാട്ടിലോട്ട് വരാൻ പറയുന്നു. അതിന് അച്ഛൻ തീരുമാനിക്കുന്നു കല്യാണം കഴിക്കുന്നു. അങ്ങനെ മനസ്സോടെ നമ്മുടെ കഥാനായകനും കഥാനായിക്കും ഒന്നിക്കുന്ന സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിച്ചു വരും. ഒന്നിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒത്തുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം നായികയ്ക്ക് താല്പര്യമില്ല, അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി കൂടിച്ചു വരുന്നു. അതിനുശേഷം പകുതി നമ്മുടെ ദിലീപിൻ്റെ ചിത്രമായിട്ടുള്ള 2 കൺട്രീസാണ് പകുതി വന്നിട്ടുള്ളത്. കാരണം അന്ന് ഇതിൽ മമത മോഹൻദാസ് ലണ്ടനിലാണെങ്കിൽ ഇത് നമ്മുടെ കഥാനായകൻ ലണ്ടനിൽ, ഈ പെൺകുട്ടി നാട്ടിൽ. ഇത് തിരിച്ചും അങ്ങോട്ടും മാറി മറിഞ്ഞെന്ന് മാത്രം. ശേഷം പിന്നെ സ്ഥിരം കള്ളോടി. അപ്പോൾ അവൾ കള്ളോടിച്ച് വൃത്തിയൊക്കെ കുളിപ്പിക്കലൊക്കെയാണ് നമ്മുടെ കഥാനായകൻ്റെ പണി. നിശ്ചയത്തിൽ വിജയാനണി ചെയ്യുന്നൊരു ശരിക്കും പറയുമ്പോൾ മൊണ്ണേഷ് കഥാപാത്രമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് വൻ ശോകമായിട്ടുള്ളൊരു ആക്ടിങ് തന്നെയാണ്. പ്രാന്താവും. അതായത് ആ സ്റ്റിൽസും കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ പ്രകടനമൊക്കെ നോക്കി കഴിഞ്ഞാൽ വൻ ശോകം. കുറേ സപ്പോർട്ട് ചെയ്യാൻ സ്ഥിരം പരിപാടി തന്നെ ആങ്കിളുകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിനോട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒരു കഥാനായക മിറാലിനി രവി ചെയ്യുന്ന ഒരു കഥാപാത്രം, അതും അതിനേക്കാൾ ഒരു ദുരന്തം പിടിച്ചിട്ടുള്ളൊരു അവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മത്സരിച്ചൊരു പടത്തിൽ എല്ലാവരും കൂടിയിട്ട് അഭിനയിച്ച് കുളമാക്കി കച്ചറയാക്കി ചെയ്തിട്ടുള്ളൊരു പടം തന്നെയാണ്. അതായത് യോഗി ബാബു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. സ്ഥിരം പടത്തിൽ പോലെ ഉപദേശം അല്ലെങ്കിൽ എന്താ പറയുക നായകൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം മദ്യത്തിലൊന്നും ചെയ്യാനൊന്നുമില്ല. കാരണം മദ്യത്തിൻ്റെ കോമഡിയൊക്കെ എന്തൊക്കെയോ വരുത്തിയിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ വെറുപ്പിച്ചു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെറുപ്പിക്കൽ തന്നെയായിരുന്നു. പിന്നെ നായികയുടെ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. അങ്ങനെ അവർ ഒരു പടം പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നായകൻ്റെ പണ്ട് കാണാതായി പോയിട്ടുള്ള പെങ്ങളെ കണ്ടെത്താനുള്ള ശ്രമം. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവമുണ്ട്. അതായത് നമ്മുടെ കഥാനായകർ സംസാരിക്കണമല്ലോ എങ്ങനെയും. അപ്പോൾ ആരാധനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ തന്നെ വിളിക്കും. പിന്നെ ലാസ്റ്റ് തിരിച്ചറിയില്ല എന്നൊക്കെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് വന്നിട്ടുള്ള കുറേ പടത്തിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള അതേ സ്റ്റോറി തന്നെ എല്ലാം കൂടി മിക്സിങ് ആയിട്ടൊരു അവിയൽ പരിവാക്കി തന്നിട്ടുണ്ട്. അവിലെന്ന് പറയുമ്പോൾ എന്താ പറയുക, കഴിക്കാൻ പറ്റും. ഇങ്ങനെ പറ്റില്ല. കാരണം കച്ചറ എന്ന് വെച്ചാൽ കച്ചറ പടമാണ് റോമിയോ എന്ന് പറഞ്ഞുള്ള പടം. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂറേഷൻ തന്നെയാണ്. വൻ വധത്തിൽ ഉള്ളൊരു ഡ്യൂറേഷൻ തന്നെയാണ്. ഏകദേശം 2.5 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ദുരന്തം. കാരണം ആ ഡ്യൂറേഷനും കുറച്ച് കുറയ്ക്കാൻ പായിരുന്നു. അപ്പോൾ അത്രയും സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടവൻ്റെ അവസ്ഥ എന്താണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ റോമിയോയെക്കുറിച്ച് പറയുമ്പോൾ വെരി വേസ്റ്റ് ഫിലിം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം മാത്രം ഉണ്ടെങ്കിൽ സ്വയം റിസ്കിൽ കണ്ടു നോക്കുക. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഐ വിൽ റിപ്പീറ്റ്, വെരി വേസ്റ്റ് പടം. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. ആയിരിക്കും. ബൈ.